543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിൽ 10% പോലും സീറ്റ് അപ്പോഴും നിങ്ങൾക്ക് ആവില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തരാണ് ശ്രീ അനിൽകുമാർ. 53 സീറ്റിൽ മത്സരിക്കുന്ന CPM അപ്രസക്തമാണ്. ഇത് തമിഴ്നാട്ടിൽ പോയിട്ട് രാഹുൽ ഗാന്ധിക്ക് ഒന്ന് DMK കുറിച്ച് പറയാമോ? സ്റ്റാലിന്റെ DMK 30 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ, അതിൽ താഴെ സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ പോയിട്ട് നേരെ പോയി മഹാരാഷ്ട്രത്തിൽ ഇവിടെ പറഞ്ഞല്ലോ, ഉദ്ധവ് താക്കറെ എത്ര സീറ്റ് മത്സരിക്കുന്നുണ്ട്? ശരത് പവാറിന്റെ പാർട്ടി CPM മത്സരിക്കുന്നുണ്ട്, പകുതി സീറ്റ് മത്സരിക്കുന്നില്ല. ശരത് പവാറിന്റെ പാർട്ടി ഇന്ത്യയിൽ അപ്രസക്തമാണോ? ബീഹാറിലെ ലല്ലു പ്രസാദിന്റെ പാർട്ടി 28 സീറ്റ് മത്സരിക്കുന്നു. ലല്ലു പ്രസാദിന്റെ പാർട്ടി ഇന്ത്യയിൽ അപ്രസക്തമാണോ? ജാർഖണ്ഡ് മുക്തി മോർച്ച എത്ര സീറ്റ് മത്സരിക്കുന്നു? അവർ ഇന്ത്യ രാജ്യത്ത് അപ്രസക്തരാണോ? ആം ആദ്മി പാർട്ടി ഇന്ത്യയിൽ എത്ര സീറ്റ് മത്സരിക്കുന്നു? CPM മത്സരിക്കുന്ന അത്രയും സീറ്റിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നില്ല. അപ്പൊ DMKയേക്കാൾ, NCPയേക്കാൾ, അതുപോലെ തന്നെ ലല്ലു പ്രസാദ് യാദവിന്റെ പാർട്ടിയേക്കാൾ നിങ്ങളുടെ ഘടകകക്ഷികൾ പലതിന്റെയും അംഗങ്ങൾ എത്രയുണ്ടോ അവരെക്കാൾ എല്ലാം കൂടുതൽ സീറ്റ് മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. CPIയും കൂടെ കൂടിയാൽ 75ഓളം സീറ്റുകൾ മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വിലയിടിച്ച് കാണരുത്. ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തുന്ന പുസ്തകം, ആ പുസ്തകത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ബലറാമൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നേരം കിട്ടുമെന്ന് വായിച്ചോണം. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്ന് പറയുന്നത് അഭിമാനകരമായൊരു ദേശീയ ചരിത്രമാണ്, അഭിമാനകരമായൊരു സാർവദേശീയ ചരിത്രമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിനകത്ത് 4 ആളില്ലാതെ വന്നാൽ നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് അസ്തമിച്ചു പോയി ഈ ജനാധിപത്യം എന്ന് കരുതിയപ്പെടല്ലേ ആ മഹാരാഷ്ട്രത്തിൽ നിന്നും 1 ലക്ഷം മനുഷ്യരുടെ ഒരു ജാഥ, ചെരുപ്പില്ലാതെ നടന്ന ചെങ്കോടിയുടെ ജാഥ ലോങ് മാർച്ച് വന്നത്? ഇന്ത്യ രാജ്യത്ത് ഈ 10 കൊല്ലത്ത് നടന്ന തൊഴിലാളി പ്രക്ഷോഭത്തിൽ ചെങ്കോടി എത്ര സ്ഥലത്ത് ഉയർന്നു? ഇതൊന്നും ഇന്ത്യ ചരിത്രത്തിലില്ലേ? അതുകൊണ്ട് ഞങ്ങളുടെ 53 സീറ്റിന്റെ ചെറുപ്പം പറയുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഏത് ഘടകകക്ഷിയാണ്, ഞാൻ പറയുന്നു ഇന്ത്യ മുന്നണിയിലെ ഏത് ഘടകകക്ഷിയാണ് CPMനേക്കാൾ കൂടുതൽ സീറ്റ് മത്സരിക്കുന്നത്? ബലറാമനോട് ഇന്നത്തെ രാത്രിയിൽ ചോദിക്കുന്ന മില്യൺ ചോദ്യം ഇതാണ്. CPMനേക്കാൾ കൂടുതൽ അംഗസംഖ്യയുള്ള മത്സരം നടത്തുന്ന ഏത് പാർട്ടിയുണ്ട്? കോൺഗ്രസ് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് മത്സരിക്കുന്നത് CPM ആണ്. മാത്രമല്ല ബംഗാളിൽ CPMനേക്കാൾ കുറഞ്ഞ സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, CPMന് ഒരു ചെറുപ്പമില്ല. അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറുപ്പമല്ലുള്ളത്. ഇന്ത്യ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇടതുണ്ടാകണം, ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ.